ഇൻസ്റ്റയിൽ കുറേ പേര് ഉപ്പിലിട്ട മുന്തിരിയൊക്കെ ട്രൈ ചെയ്യണുണ്ട്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രൈ ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാനുണ്ടല്ലോ എൻ്റെ കുഞ്ഞു ചെടികളൊക്കെ കാണിച്ചു തരാട്ടെന്ന്. എൻ്റെ ബാക്കി വന്ന മുന്തിരി ഞാനിവിടെ അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനുള്ള ഭരണി പഴം വെള്ളം മതിയായിരിക്കും കേട്ടോ. ഇപ്പോൾ നമുക്കിത് ചട്ടി കത്തിക്കാം. ഇത് ഓൺ ചെയ്ത് ഇതെടുത്ത് നമുക്ക് ചൂടുവെള്ളം ഞാൻ വെച്ചിട്ടുണ്ട്, കൂട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ വെള്ളം തിളക്കട്ടെ. അയ്യോ ഇത് പോകുന്നില്ല എൻ്റെ ഉള്ളിലെ സാധനം. ഇതൊക്കെ ഇവിടെ അല്ലായിരുന്നു, ഇതെല്ലാം ഇവിടെയായിരുന്നു, ഇതിവിടെയായിരുന്നു. എൻ്റെ കയ്യിലെ ടാങ്ക് ഉണ്ടോ? ഓക്കെ, വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കില്ലേ ഉപ്പിടാം നമുക്ക്. ഞാൻ നോർമലി ഇവിടെ യൂസ് ചെയ്യുന്ന പിങ്ക് സോൾട്ട് ആട്ടോ. ഞാനിവിടെ പിങ്ക് സോൾട്ടാണ് യൂസ് ചെയ്യാറ് എപ്പോഴും. പിങ്ക് സോൾട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് മതിയാവുമായിരിക്കും, കുറച്ചുകൂടി ഇടാം അല്ലേ? ഉപ്പിരുന്നോട്ടെ, ഉപ്പും മധുരവും പുളിയും എല്ലാം കൂടെ അങ്ങോട്ട് ഇരുന്ന് മിക്സ് ആയിക്കോളും. മതിയോ? ഇച്ചിടണോ? ഇത്രയും മുന്തിരിക്ക് ഇത്രയും ഉപ്പ് മതിയായിരിക്കും. അങ്ങനെ സ്വല്പം കൂടി ഇട്ട് കൊടുക്കാം, കുറവ് വന്നിട്ടല്ലോ. ഇട്ടിട്ട് നമുക്ക് വെച്ചേക്കാം. ഇത് പോകുന്നു അപ്പോൾ തട്ടിയത് താഴെ കിടന്നേനെ. ഇതെപ്പോഴും യൂസ് ചെയ്യാമെന്ന് ഇതെപ്പോൾ ശ്രദ്ധിക്കുക. ഇത് സൈഡിലേക്ക് ആക്കി വയ്ക്കുക. എനിക്ക് എപ്പോഴും പറ്റുന്ന അവസ്ഥ ഞാനിങ്ങനെ തന്നെ ആക്കി വയ്ക്കുക. തിളക്കട്ടെ. ശരിക്കും തിളയ്ക്കണോ എനിക്ക് അറിയത്തില്ല അതൊന്നും. ഞാൻ എന്തായാലും ശരിക്കും കുറച്ച് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ചൂട് വേണ്ടായിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഐ തിങ്ക് വിനീഗർ. ഇത് ഞാൻ സാധാ കടയിൽ നിന്ന് വാങ്ങിച്ച വിനീഗർ ആട്ടോ. ഐ ഡോണ്ട് നോ ദ വിനീഗർ കിസാൻ. ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്യുന്ന വേറൊരു ടൈപ്പ് വിനീഗർ ആയിരുന്നു, അത് തീർന്നു പോയതുകൊണ്ട് ഐ എം യൂസിങ് ദിസ് കറൻ്റ്ലി. അപ്പം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം. ഞാൻ അച്ചാറിടുമ്പോൾ വിനീഗർ യൂസ് ചെയ്യാറില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു വിനീഗർ ഒഴിച്ച് കഴിഞ്ഞാൽ പൂപ്പലൊന്നും പിടിക്കില്ല എന്ന് എനിക്ക് തോന്നുമായിരുന്നു. ബട്ട് പിടിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടല്ലേ നമുക്ക് വേണമെങ്കിൽ സൈഡിലും കൂടെ ഒഴിച്ചു കൊടുത്താലോ. ഇതൊരു അടപ്പനിലിങ്ങനെ ആക്കിയിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് എനിക്കറിയത്തില്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. ഞാനിതെൻ്റെ കയ്യിൽ നിന്ന് ഇടണ പുറത്തൊക്കെ തൂത്തിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ. എൻ്റെ ഇത് ഞാൻ നമ്മുടെ കാക്കനാട് ഹൈക്കോർട്ടിൻ്റെ ഹൈക്കോർട്ടാണോ എവിടെ നിന്നോ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ മറന്നുപോയി. നല്ല ഭംഗിയില്ലേ? ഇതേണ്ടോ നീലക്കണ്ണൊക്കെ ഇട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ മേടിച്ചപ്പോൾ ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. ഇതൊക്കെ ഇപ്പോൾ വന്നതാണ്. കുഞ്ഞായിരുന്നു രണ്ടു കേട്ടോ. ഞാൻ അങ്ങനെ മര്യാദയ്ക്ക് നോക്കണോണ്ട് ഇത് വളർന്നു. പിന്നെയുണ്ട് എനിക്ക് ചെടികൾ. ഇവിടെയുണ്ട്. ഇവിടെ ബ്ലാങ്കറ്റ് ഇട്ടുകൊണ്ട് യു ക്യാൻ സീ ദിസ്, കണ്ടോ ചെടികൾ. ആൻഡ് ഇവിടെയുണ്ട് എനിക്ക് കുട്ടി ചെടികൾ. മൈ അലോവേര, എൻ്റെ മദറിലോ തന്ന അലോവേര ഇത്രയും വളർന്നു ഗൈസ്, ഇത്രയും വലുതായി. പിന്നെ ഇതൊക്കെ എന്താണെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതെനിക്കിഷ്ടമാണ് കേട്ടോ ഈ ചെടികൾ. പിന്നെ അവിടെ റോസൊക്കെ ഉണ്ട്, ബട്ട് ഇപ്പോൾ റോസൊന്നുമില്ല. മുന്തിരി എല്ലാം വാരി ഇതിനകത്തേക്ക് ഇടാം. കുറേ മുന്തിരി വാരിടാം കേട്ടോ. അതുകൊണ്ടൊക്കെ ഞാൻ വായിടുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറി ഞാൻ കേട്ടായിരുന്നു. കടയിൽ ഫസ്റ്റ് സ്റ്റോക്ക് കൊണ്ടുവന്ന മുന്തിരി തീർന്നപ്പോൾ ആ ചേട്ടൻ പെട്ടെന്ന് വരുത്തിച്ച മുന്തിരി ആയതുകൊണ്ട് ഇത് പഴുത്തിട്ടില്ല. അപ്പം അതിൻ്റെ പുളിയുണ്ട്. പിന്നെ നമുക്ക് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കാം. എനിക്കറിയില്ല പൊട്ടുമോ, എൻ്റെ ദൈവമേ, ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് ഒഴിച്ച് നോക്കാം. ബിക്കോസ് എനിക്ക് പേടിയാണ്, കാരണം എനിക്ക് വാരാൻ വയ്യ. പിന്നെ നമുക്ക് ഇത് നീര് ചൂടായിട്ടാണോ ഒഴിക്കണേ?
ചൂട് തൊട്ട് നോക്കട്ടെ. ഉപ്പ് ഭയങ്കര കുറവാണ്. അതിലേക്ക് ഒഴിച്ച് നോക്കാം കുറച്ചാണെങ്കിൽ. ഉപ്പ് തെറിക്കുമോ അറിയില്ല. നോക്കാം. ചൂടില്ലാന്ന് തോന്നുന്നു വയസ്സ്. ഇനി കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇട്ടത് ഇത്രയേ ഉള്ളൂ. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനിത് എന്തായെന്നുള്ള അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ എന്തായെന്നുള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗുഡ് നൈറ്റ്, ബൈ.